ഹായ്, മാമ്പഴക്കാലാണല്ലേ. ഏകദേശം എല്ലാവരും തന്നെ കുട്ടിക്കാലത്ത് കല്ലെറിഞ്ഞ് മാങ്ങ പറിച്ചവരായിരിക്കും അല്ലേ. ഇത് കണ്ടോ, ഞാനേ ഇന്ന് ഈ മാവിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് കയ്യിലാണ് കേട്ടോ മാങ്ങ പറിക്കുന്നത്. ഒരുപാട് പേരെ സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതും ഇതിൻ്റെയൊക്കെ ഒരു കാരണമാവാം അല്ലേ. അവർക്കൊക്കെയുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനും ഒരു സൊല്യൂഷനും കൂടിയാണ് ഇത് നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. മാമ്പഴം ഉണ്ടാവാനേ, മാമ്പഴം മാത്രമല്ല എല്ലാ ഫ്രൂട്ട്സ് ഉണ്ടാവാനും ഒരുപാട് വലിയ മരം ആകണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആമീസിൽ ഡ്രമ്മിലും പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കായായിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ. മാംഗോയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നാംഡോക്മൈ, കാലാപ്പാടി, കോട്ടൂർക്കോണം, കൊസേരി, കല്ലുകെട്ടി, പ്രിയൂർ, ബങ്കനപ്പള്ളി, ഓൾ സീസൺ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ്സും ചെറിയ പ്ലാന്റ്സും ഒക്കെ നമ്മുടെ നഴ്സറിയിലുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു സ്പേസ് മതി നമുക്കൊരു തൈ നടാൻ. ഒരു ഡ്രമ്മ് അല്ലെങ്കിൽ ഒരു പോട്ട് വെക്കേണ്ട സ്ഥലം മതി. സാധാരണ മണ്ണിൽ നടുമ്പോൾ കൊടുക്കുന്ന കെയർ മാത്രം മതി കേട്ടോ. സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ, എത്രയോ ഹെൽത്തി അല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത്. രുചിയിലും വ്യത്യാസം ഉണ്ടാവും. അപ്പം എങ്ങനെയാ, മാമ്പഴക്കാലാണല്ലേ, അപ്പം നമുക്കും പ്ലാന്റ്സ് നടുവല്ലേ. നമ്മുടെ നഴ്സറിയിലെ ഒരുപാട് വെറൈറ്റി മാംഗോ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സും കായ്ച്ചതും പൂവിട്ടതായിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. മാംഗോ മാത്രമല്ല, എല്ലാ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് എങ്ങനെ നടണമെന്നും അതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നും ഇനി പ്ലാന്റ്സ് ആവശ്യമുള്ളവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്.